ആരോപണങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞതോടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിവാദം അവസാനിപ്പിക്കാൻ സർക്കാർ. ആരോഗ്യമന്ത്രി നേരിട്ടെത്തി ഡോക്ടർ ഹാരിസിനെ കണ്ടു. ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകി. തുടരന്വേഷണമോ നടപടികളോ വേണ്ടെന്ന് ശുപാർശ ചെയ്ത DME നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യവകുപ്പിന് കൈമാറും. ഹാരിസിനെതിരെ പറയേണ്ടതെല്ലാം ആരോഗ്യവകുപ്പ് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു. സിസ്റ്റത്തിന്റെ പ്രശ്നം തുറന്നു പറഞ്ഞ ഡോക്ടർ ഒരു ഉപകരണത്തിന്റെ ഭാഗം മോഷ്ടിച്ചു എന്ന് വരെ പറഞ്ഞു. ആരോഗ്യമന്ത്രി നേരിട്ടും വിദഗ്ധ സമിതി റിപ്പോർട്ടും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രിൻസിപ്പലും സൂപ്രണ്ടും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഹാരിസിനെതിരെ ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങൾ. ഡോക്ടർ ഹാരിസ് തെളിവുകൾ നിരത്തി എല്ലാം നിഷേധിച്ചതോടെ സമവായ ചർച്ചകൾക്ക് ആരോഗ്യമന്ത്രി നേരിട്ടിറങ്ങി. ഡോക്ടർ ഹാരിസിനെ നേരിൽ കണ്ട് നടപടികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകി. ഇതോടെ ഡോക്ടർ ഹാരിസും മയപ്പെട്ടു. എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. മാഡം ഇതിൻ്റെ കൂടെ നിന്ന് എന്നെ ആശുപത്രി മാഡം വന്ന് സന്ദർശിച്ച് മാഡം അത് ഞാൻ ഉണ്ടാക്കിയ ആരോപണത്തിൽ മാഡത്തിന് വളരെ ദുഃഖമുണ്ട്. മാഡം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനുണ്ടായ മെല്ലെപ്പോക്കും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ ഡോക്ടർ ഹാരിസിനെതിരെയുള്ള വിദഗ്ധ സമിതിയുടെ ഭാഗം വായിക്കാൻ ആവശ്യപ്പെട്ട് വിളിച്ചത് DME ആണെന്ന് തെളിഞ്ഞു. ഡോക്ടർ ഹാരിസിനെതിരെയല്ല ആരോഗ്യവകുപ്പെന്നും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി DMEയുടെയും വിശദീകരണം. അത് ഞാൻ തന്നെയാണ്. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് അവർക്കും തന്നെ ഒരു സ്ട്രെസ്സായിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസാണ്, അവർ ഡോക്ടേഴ്സാണ്, അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ എൻ്റെ പേര് വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. ഞാൻ ഹാരിസ് ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഹാരിസ് ഡോക്ടറിൻ്റെ അടുത്ത് സമാധാനമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളിലൊന്നും ഹാരിസ് ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടത്. അപ്പോൾ ഹാരിസ് ഡോക്ടറിനെ കുരുക്കാനാണെങ്കിൽ ഞാൻ പോയി കാണത്തില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അത് എടുക്കേണ്ടത്. ഡോക്ടർ ഹാരിസിനെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും അറിയിച്ച മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയോടും ആരോഗ്യമന്ത്രി ചർച്ച നടത്തി. ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് അവർക്കും ഉറപ്പു നൽകി. ആശുപത്രികളിലെ പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്യാമെന്നും ഉറപ്പു നൽകി. എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് പിറ്റേന്നൊരു പ്രസ് മീറ്റ് ഇന്നലെ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ അത് വളരെ അധികം ഞങ്ങളുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു. അതിൽ അദ്ദേഹത്തെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ സംസാരിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു എൻക്വയറി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സെർച്ച് നടത്തുമ്പോൾ ഒരു ഉപകരണം അവിടെ ഉണ്ടോ എന്നുള്ളപ്പോൾ അവിടുത്തെ HODയുടെ പ്രസൻസിലാണ് എപ്പോഴും നടത്തേണ്ടത്. അല്ലെങ്കിൽ ആരാണോ ആരോപണ വിധേയൻ അദ്ദേഹത്തിൻ്റെ പ്രസൻസിലാണ് ഇങ്ങനെ ഒരു സെർച്ചോ കാര്യങ്ങളോ നടത്തേണ്ടത്. ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുത്താൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷവും നിലപാട് കടുപ്പിച്ചു. ആരോഗ്യ മേഖലയുടെ ഗുരുതരമായ പ്രതിസന്ധി അത് വെളിവാക്കപ്പെട്ടിരിക്കുന്നു. അതിനെ മറച്ചുവെക്കാൻ ഗവൺമെൻറ് എന്ത് നാടകങ്ങൾ നടത്തിയാലും എത്ര അധികാര ദുർവിനിയോഗം നടത്തിയാലും അവർക്ക് സാധിക്കുന്നതല്ല. ജനങ്ങൾ ഡോക്ടർ ഹാരിസ് ഹസന്റെ കൂടെയാണ്. UDF കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. KGMOയ്ക്കും മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഇതിനിടെ DME നടത്തിയ വകുപ്പുതല അന്വേഷണം പൂർത്തിയായി. ഹാരിസിനെതിരെയുള്ള അന്വേഷണം പൂർണ്ണമായും അവസാനിപ്പിക്കാമെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ തുടർ നടപടികളോ അന്വേഷണമോ ആവശ്യമില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യ സെക്രട്ടറിക്ക് കൈമാറും. ഇത് കഴിഞ്ഞാൽ ആശുപത്രികളിലെ പോരായ്മകളെക്കുറിച്ചടക്കം വിഷയങ്ങളിൽ KGMCTയുമായി ആരോഗ്യമന്ത്രി വിശദമായ കൂടിക്കാഴ്ച നടത്തും. ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കി, അദ്ദേഹം പറഞ്ഞതെല്ലാം വ്യാജമാണെന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ പൊതുജന മധ്യത്തിൽ അപമാനിക്കാവുന്നതിന്റെ പരിധിക്കും അപ്പുറം അപമാനിച്ചു. ഏറ്റവും ഒടുവിൽ പൊതുജന രോഷമെതിരായപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയില്ലെന്ന് ഉറപ്പു നൽകുകയാണ്. നല്ല കാര്യം. പക്ഷേ ഉയരുന്ന ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മുറിയിൽ കയറിയ വ്യക്തി ആരാണ്? അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? അതിനുകൂടി ഉത്തരം പറയണം. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.